ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. നൈറ്റ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് പോത്തുപോലെ കിടന്നുറങ്ങി. 5 മണിയായിട്ട് എനിക്ക് ഇപ്പോൾ 5:30 ഇനി പുറത്ത് പോകണം. മഴയൊക്കെ ഇപ്പോൾ തോർന്നിരിക്കുക, വെയിലാണ്. സോ ഞാൻ പുറത്ത് പോവുകയാണ്. അങ്ങനെ പെട്ടെന്നുള്ള ഒരുക്കവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എന്തായാലും സൺസ്ക്രീം ഇടും. സൺസ്ക്രീം ഇടാത്ത ഒരു പരിപാടി ഇല്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും. കൺസീലർ വേണോ? വേണം. അപ്പോൾ ഞാൻ വേഗം പോട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. എങ്ങും എവിടെയും പിടിക്കാതെ ഫോണുമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ താഴെ വീണാലൊന്നും പറയരുത് എന്ന് മുൻകൂർ ജാമ്യം എൻ്റെ ഫാദർജി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോൺ എടുത്ത് ബാഗിനകത്ത് വെച്ച്, എന്നിട്ട് ഫോൺ എപ്പോഴെടുത്തെന്നറിയാമോ? പപ്പയുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിൽ വന്നപ്പം. കണ്ടോ, നോർമലി പപ്പ ആ ഒരു ഏരിയ വരുമ്പോൾ, അതായത് മലയാളികൾ നടത്തുന്ന ഈ പഴവനങ്ങാടിയുടെ അടുത്തുള്ള പഞ്ചാബി ധാബയുണ്ട് കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കട. അവിടെ വരുമ്പോൾ പപ്പ ഇങ്ങനെ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കും. ആക്ച്വലി ഈ കട ഫസ്റ്റ് കണ്ടുപിടിച്ചതും ഇവിടുത്തെ ഫുഡ് പരീക്ഷിച്ചതും എൻ്റെ ഫാദർജിയാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡ്, അതായത് എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് മിതമായ നിരക്കിൽ കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഓരോരോ സാമഗ്രികൾ എല്ലാം പപ്പ എനിക്ക് പറഞ്ഞു തരികയാണ്. പപ്പ ആക്ച്വലി ആദ്യം ട്രൈ ചെയ്തത് പുരി മസാലയായിരുന്നു. അപ്പം ചാട്ട് മസാലയൊക്കെ ഇട്ട കുറേ സാധനങ്ങളും കണ്ടോ, നല്ല മസാല കൂട്ടിയിട്ട് വറുത്തെടുത്ത പച്ചമുളകും പിന്നെ ഈ മസാലയും ഒക്കെ പപ്പ ആദ്യം ട്രൈ ചെയ്തിരുന്നു. സോ ഞാനും അത് ട്രൈ ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ വീണ്ടും ഒരു ഓർഡർ കൊടുത്തു കേട്ടോ. ആ ചേട്ടൻ ഹിന്ദിക്കാരനായത് കാരണം ഒരുപാട് തിരക്കുള്ള കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അത്രയും കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഓർഡർ ചെയ്തത് ആലു പറാത്തയായിരുന്നു. ഒരു വലിയ ആലു പറാത്ത. അതെടുക്കാൻ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ആലു പറാത്ത ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ബാഹുബലി കല്ലും കൊണ്ട് പോയതുപോലെയൊക്കെയാണ്, ആ ശിവലിംഗം എടുത്തുകൊണ്ട് പോകുന്ന ഫീലൊക്കെ എനിക്ക് തോന്നിയത്. എന്നെക്കാളും വലിയ ആലു പറാത്തയും നല്ല അടിപൊളി പനീർ ചില്ലി. എൻ്റെ പൊന്നെ, മലയാളികൾ എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഈ മസാലയും കാര്യങ്ങളൊക്കെ അവരുടെ കൈ തന്നെ വേണം കേട്ടോ, ആ ഒരു രുചി വീണ്ടും നമുക്ക് കിട്ടണമെങ്കിൽ. സോ ഇത് നമുക്ക് ഉണ്ടാക്കി തന്നത് ആ കടയിലെ പഞ്ചാബി ധാബയിലെ ഇതൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു പഞ്ചാബി ചേട്ടനാണോ, എന്തായാലും ഹിന്ദി പറയുന്ന ഒരു ചേട്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു. മിതമായ നിരക്കാട്ടോ. ഈ ഒരു സാധനമൊക്കെ നമ്മൾ വലിയ ആഡംബര ഹോട്ടലുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മൾ ആധാരമൊക്കെ വെച്ചിട്ട് വേണം പോവാൻ. എന്തായാലും ഇത് മിതമായ നിരക്കിൽ നല്ല ആഹാരമെല്ലാം കഴിച്ച അവസാനം ഒരു ലസ്സി കുടിച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ രസം വെച്ചാൽ തിന്നാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വയറ് ഓവറായിട്ട് അങ്ങ് നിറഞ്ഞു. എങ്ങനെ നിറയാതിരിക്കും? പൂരിയും അത്ര ഉണ്ടായിരുന്നു. പിന്നെ ആക്രാന്തത്തിൻ്റെ പുറത്ത് നമ്മൾ ആലു പൊറാത്തയും കൂടെ ഓർഡർ ചെയ്തു. പപ്പ ആദ്യമേ പറഞ്ഞു ഞാൻ കഴിക്കില്ല എന്നുള്ളത്. പക്ഷേ എൻ്റെ അവസ്ഥ ഉണ്ട്, പാവം. ആലു പൊറാത്തയുടെ പാതി ഞാൻ പപ്പായ്ക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ശകലം കഴിച്ചു. പിന്നെ മമ്മിക്കുള്ള പാഴ്സലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ വരവ് കാണുമ്പോൾ അറിയാമല്ലോ, ഞാൻ എന്താണ്ട് വലിയ കട്ടിപ്പണി കഴിഞ്ഞിട്ട് വരുന്ന പോലെയാണ്. അത്രയ്ക്ക് ക്ഷീണമായിപ്പോയി. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും കൂടെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും സ്പോട്ട് തിരക്കി ഇറങ്ങിയതാണ്. ഈ അമ്പലം കണ്ടോ, ഞങ്ങൾ വന്ന സമയത്ത് ഇത് കുഞ്ഞി അമ്പലമായിരുന്നു. ഇതിപ്പം വളർന്ന് വലിയൊരു അമ്പലമായി മാറിയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു ഭംഗി ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഒരു സാധനം 1-2 സാധനം വാങ്ങിക്കാൻ പോയത് മാർജിൻ ഫ്രീ മാർക്കറ്റിലെ പാതി മുക്കാലും ഒരു 2 തൊട്ടിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കഴിച്ചതെല്ലാം കുറച്ച് നേരം കൊണ്ട് തേച്ചു. ഇനി തിരിച്ച് വേഗം വീട്ടിൽ പോട്ടെ, കാരണം കാർമേഘം ഉരുണ്ട് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കുഞ്ഞ് ഈവനിങ്. നല്ല ഗുഡ് വൈബുള്ള ഒരു കുഞ്ഞ് വ്ളോഗ്. താങ്ക് യു.